വെൽക്കം ടു ചാനൽ 𝙑𝙑𝙬𝙬 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. പിന്നെ നോർമലി നമ്മൾ ടെക് അതുപോലെ നമ്മുടെ ബ്രോഡ്ബാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഇതിനൊക്കെ വിട്ടിട്ടൊരു വേറൊരു സംഭവമാണ്. ആക്ച്വലി നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു ടൂത്ത് പേസ്റ്റാണ് ഇത് 𝙑𝙞𝙙𝙬. അപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടായെന്ന് വെച്ചാൽ പല്ലുവേദന സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആൾ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കുറേ പല്ലുകൾ ഇങ്ങനെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ ചോദിച്ചു വന്നപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ നോർമലി ഉപയോഗിക്കുന്ന നമ്മുടെ ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുന്ന സംഭവമാണല്ലോ പെപ്സോഡൻ്റ് അതുപോലെ കോൾഗേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിറച്ച് കെമിക്കൽസാണ്. അപ്പോൾ കെമിക്കൽസിൻ്റെ ഹാംഫുൾ എഫക്റ്റും സൈഡ് എഫക്റ്റും ഒക്കെ കയറിയിട്ട് പല്ലുകൾക്ക് മാത്രമല്ല നമ്മുടെ ബോഡിക്ക് വരെ ഹാംഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി യൂസല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സംഭവങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിന് കോസ്മെറ്റിക് സോപ്പിനൊന്നും ശരിക്കും ഇന്ത്യയിൽ ഒരു ഇതില്ല, ലിമിറ്റ് എന്ന് വെച്ചാൽ അത് ഇതിടാൻ പാടില്ല അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കൺട്രോളും സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ഹാംഫുൾ സംഭവങ്ങളൊക്കെ നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക നല്ലത്. വെച്ചാൽ അത് അതിനായിട്ട് നമ്മൾ വിഷം എടുത്ത് കഴിക്കുക. ഓൾറെഡി നമ്മുടെ ഫുഡിലടക്കം വിഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടിയും വിഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ കെമിക്കൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഇതാണ് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്, ഞാൻ കുറച്ച് 5-6 പറയാം. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, മാറ്റുക. അത് രക്ഷയുള്ളൂ, വേറെ രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ വാങ്ങിച്ചൊരു പ്യുവർ ആയിട്ടുള്ളൊരു ഹെർബലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് 𝙑𝙞𝙙𝙬. ഇതന്നെ വാങ്ങിക്കണമെന്നില്ല, പ്രൊമോഷനും സംഭവമൊന്നുമല്ല. നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഇല്ലേ, ബയോട്ടിക് അതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കോ ആയാലും പിന്നെയും ഭേദമാണ്. വീക്കോ എല്ലാത്തിനും ഇതിനൊക്കെ പിന്നെയും ഭേദമാണ്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കി വാങ്ങിക്കുക, അതാണുള്ളൂ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒന്നെങ്കിൽ എടുക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക, രക്ഷയുള്ളൂ. എന്ന് വെച്ചാൽ പോരെ ഞാൻ പറയാം. അപ്പോൾ ഫായിൽ തന്നെ ഫ്ലൂറൈഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലൂറൈഡ് നിങ്ങളെ സംഭവത്തിൽ നോക്കി കഴിഞ്ഞാൽ മിക്ക ഇനത്തിലും ഇപ്പോൾ ഫ്ലൂറൈഡ് കാണും. പിന്നെ ചില മിസ്വാക്ക് അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഫ്ലൂറൈഡ് വരുന്നില്ല, പക്ഷേ അതിലും കെമിക്കൽസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഫ്ലൂറൈഡ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇത് സംഭവം ആഡ് ചെയ്യുന്നത് ടൂത്ത് ഡീക്കേനും നമ്മുടെ ക്യാവിറ്റീനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഈ ഹാംഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാംഫുൾ എഫക്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായുള്ളിലത്തെ സ്കിന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് വായുള്ളിലത്തല്ല, എല്ലാ സ്കിന്നായാലും നമുക്കറിയാം നമ്മുടെ സംഭവം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കഴുകിക്കളഞ്ഞാലും ചെറുതായിട്ടൊക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് വരിക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ കിഡ്സിനാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിഡ്സ് അറിയാം, അവർ ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തേനാണ് പ്രശ്നം വരിക. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് പ്രശ്നം ഞാൻ നമ്മുടെ ടൂത്ത് ഡിസ്കളറേഷൻ വരും, അതുപോലെ സ്കിൻ റാഷ്, ഗ്ലൂക്കോസ് മറ്റേ തന്നെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ US ആണെങ്കിൽ ഇതിന് തന്നെ നമുക്ക് അവർ ബോക്സിൽ തന്നെ വാർണിംഗ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കഴിക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഈ കോൾഗേറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, അത് 6 yearsൻ്റെ താഴെയുള്ളവർ കഴിക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല ഒരു വാർണിംഗ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ആദ്യം തന്നെ ഫ്ലൂറൈഡാണ്. പിന്നെ വരുന്നത് ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞൊരു പെസ്റ്റിസൈഡാണ്. ആക്ച്വലി ഇത് സോപ്പിലും സംഭവമൊക്കെ FDA ബാൻ ചെയ്തേക്കുന്നതാണ്. പക്ഷേ എപ്പോഴും കുറേ സംഭവത്തിലൊക്കെ ഉണ്ടത്. പിന്നെ ഇത് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ ആൻറ്റിബാക്ടീരിയൽ ഫീച്ചർ കാരണമാണ്. പക്ഷേ അത് ഭയങ്കര ഹാംഫുള്ളാണ്. ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും എന്താ പറയുക, ഓറൽ ക്യാൻസർ, അങ്ങനെ കുറേ ക്യാൻസർ എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യേ മറ്റേ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്ന സംഭവം. പിന്നെ അതിൻ്റെ കുറച്ച് ഹാംഫുൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ആൻറ്റിബയോട്ടിക് ഫീച്ചറാണെന്ന് പറഞ്ഞു. പിന്നെ പ്ലാഗ് ഇല്ലേ നമ്മുടെ പല്ലിലത്തെ, അത് വരാണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് സംഭവം യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ സീറോ ഉപയോഗിക്കുന്ന സംഭവത്തിൽ ഇതുണ്ടെങ്കിൽ അത് ഹാംഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് പറയാം, നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയിട്ട് അവർ ചിലപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് റെഫർ ചെയ്യുക ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് ടൈമിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കണ പോലെ ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സെല്ലാം നമ്മൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ 2 കോഴ്സ് ആ ഒരു പറയണ പോലെ അതുകൊണ്ട് സ്ഥിരം കഴിച്ചു പോയിട്ടുണ്ടെന്നാൽ അല്ലെങ്കിൽ തന്നെ ഒരു സോഴ്സ് തന്നെ മതി, അതിൻ്റെ ധാരാളമാണ്. പിന്നെ ഇതിന് പേര് പറയുന്നത് സൂപ്പർ കെമിക്കൽസ് എന്നൊക്കെയാണ് പേര് വരുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ ഫീച്ചർ ഉള്ളത് കാരണം തന്നെ ഇതിന് അങ്ങനത്തെ കുറേ പേരുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഹാർട്ട് മസിൽസിനെ എഫക്റ്റ് ചെയ്യും, ഹാർട്ട് മസിലിനെ എഫക്റ്റ് ചെയ്യും, എൻഡോക്രൈൻ ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ ബോണിനെ എഫക്റ്റ് ചെയ്യും, ഡിഫോർമേഷൻ. ഇപ്പോൾ പല്ല് ദ്രവിക്കുന്നതൊക്കെ അതായിരിക്കും കാരണം, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വരുന്നത് ആസ്പെറാക്റ്റീം എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. അത് ശരിക്കും ഒരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾ കുറേ മിസ്വാക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം മധുരം, മിസ്വാക്കല്ല എല്ലാ സാധനവും ചെറുതായിട്ട് മധുരം നിങ്ങൾക്ക് അറിയാം. അതും ഒരു ഹാംഫുൾ കെമിക്കലാണ്. ശരിക്കും ഇതിനായിട്ട് പോയാൽ നമ്മൾ ഷുഗർ തന്നെയാണ്. എന്ന് വെച്ചാൽ 200 times ഷുഗറിനാട്ടും ഷുഗറിയാണെന്നാണ് ഇതൊക്കെ പറയുന്നത്, ആസ്പെറാക്റ്റീം. നിങ്ങൾ നമ്മുടെ ഈ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഷുഗർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ നമ്മുടെ ഈ ഷുഗർ ഫ്രീ സംഭവങ്ങളൊക്കെ പൊട്ടയാണ് ശരിക്കും. ആക്ച്വലി അതിൽ തന്നെ ഒരു വാണിംഗ് എഴുതിയിട്ടുണ്ട്, നമ്മളത് നോക്കാറില്ല എന്ന് മാത്രം. പിന്നെ ഈ സംഭവം നമുക്ക് ബ്രെയിൻ ട്യൂമർ വരും, മെമ്മറി ലോസ് വരും, ഇത് ലീഡ്സ് അൾഷിമേഴ്സ് വരെ ആക്കാമെന്നാണ് സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത്.
എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു അമിതമായ യൂസ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന നമ്മുടെ പാരബനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സോപ്പിലും അതേപോലെ ഷാമ്പൂലൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതേപോലെ നിങ്ങൾ ഈ ഡോഗ്സിൻ്റെ ഷാമ്പൂലൊക്കെ ഇതിങ്ങനെ ഇപ്പോൾ കാണാം, ഫ്രീ ഫ്രം പാരബൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ. അപ്പോൾ അവർക്ക് വരെ ഈ ആനിമൽസിന് വരെ പൊട്ടയാണ്. അപ്പോൾ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കും, മിക്ക എല്ലാ സംഭവത്തിലും ഇപ്പോൾ എപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അത് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നോക്കി വാങ്ങിക്കണം, ശരിക്കും പറയുമ്പോൾ വാങ്ങിക്കുന്നതാണ്. എന്നുവെച്ചാൽ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കി. ഇതിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫുഡിലത്തേലും എല്ലാത്തിലും ഉണ്ട് ഈ എന്താ പറയുക തട്ടിപ്പ് എന്ന് പറയാം. അപ്പോൾ പാരബൻ എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാൻസർ ഉണ്ടാക്കും, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കും. ക്യാൻസർസ് തന്നെ കുറേ ടൈപ്പ് ക്യാൻസർസ് ഉണ്ടാക്കും ഈ പാരബൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പുറത്തേക്ക് എന്താണെന്ന് വിചാരിക്കേണ്ടത്. എന്ന് വെച്ചാൽ സംഭവം നമ്മുടെ സ്കിന്നെല്ലാം ഫിറ്റ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പെയിൻ കില്ലർ സ്പ്രേ ഉണ്ടല്ലോ, അത് അടിച്ചിട്ട് നമുക്ക് വേന പോകുന്നുണ്ട്, നമ്മുടെ സ്കിന്നത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് വേന പോകുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ പുറത്ത് തേക്കേണ്ടാകുന്ന ഒരു കാര്യമില്ല. സോപ്പായാലും ടൂത്ത് പേസ്റ്റ് ആയാലും എന്തായാലും നമ്മൾ കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്കത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ ലൈനിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്നർ ലൈനിങ്ങിൽ കുറച്ചുകൂടി അബ്സോർപ്ഷൻ കൂടുതലാണ്. പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് SIS ആണെന്ന് വെച്ചാൽ സോഡിയം ലോറൽ സൾഫൈഡ് എന്ന് പറയുന്നത്, അതുപോലെ സോഡിയം ലോറൽ സൾഫൈഡ് എന്ന് 2 സാധനം നിന്ന്. ഇത് നിങ്ങൾക്ക് എല്ലാ സംഭവത്തിലും നോക്കിയാലും കിട്ടും. ഇത് പെപ്സോഡൻറ്റിൻ്റെയാണ്, ഇത് ഹിമാലയയുടെ ആണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആയുർവേദ സംഭവം എന്ന് വെച്ചാൽ അതിലൊക്കെ ഉണ്ട് ഇത്. സോഡിയം ലോറൽ സൾഫൈഡ് മെയിൻ സംഭവം. ഒരു 99% എല്ലാ ടൂത്ത് പേസ്റ്റും ഉണ്ടോ ഈ സാധനം. ഇത് ശരിക്കും ഭയങ്കര ഹാംഫുൾ സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു പോയ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം, പെസ്റ്റിസൈഡ് എന്നാണെങ്കിൽ പറയാം. അത് നമുക്ക് അൾസർ ഉണ്ടാക്കും, അതുപോലെ സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉണ്ടാക്കും, ഇതെല്ലാ സംഭവം ക്യാൻസർ ഉണ്ടാക്കും. അത് വേറെ കാര്യം. അൾസേഴ്സൊക്കെ നിങ്ങൾക്ക് മോണയിലടക്കിടയ്ക്ക് വരണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ സംഭവത്തിൻ്റെ കാരണമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ സംഭവം. ഇത് ഒരു 2.8 ഗ്രാം വരെ നമുക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകാനുള്ള ക്വാണ്ടിറ്റി ഇത് മതി എന്നാണ് പറയുന്നത്. 2.8 ഗ്രാമേ. അപ്പോൾ പറഞ്ഞു 2.8 ഗ്രാം ആയിട്ട് നമ്മൾ വയറിനുള്ളിൽ നിന്ന് ഒരു 50 കിലോളം ആൾ മരിച്ചു പോകാൻ ഇത് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഇത് കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ബെൻഡോഡൻറ്റിലേക്ക് മാറിയാണ്. ബെൻഡോഡൻറ്റ് അല്ലെങ്കിൽ ബയോട്ടിക് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയോട്ടിക്കിന് അധികം ഫ്ലേവേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇത് ബെൻഡോഡൻറ്റിയാണ്, ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ തന്നെ കിട്ടുന്നത്. മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻ ഡെൻ്റൽ ഓർഗനൈസേഷൻ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എന്തായാലും ബോക്സിനെ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കുറേ ഫ്ലേവർ ഉണ്ട്. ഇത് മിൻറ്റ് ചാർക്കോൾ, ഇത് ചാർക്കോളാണ് കേട്ടോ. മിൻറ്റ് പെപ്പർമിൻറ്റ് അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട്. ഇതന്നെ വാങ്ങിക്കണമെന്നല്ല, നിങ്ങൾക്ക് ബയോട്ടിക്കിൻ്റെ ആയാലും മതി. പക്ഷേ ബയോട്ടിക്കിന് ഫ്ലേവേഴ്സ് കുറവ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അതുപോലെ അല്ലെങ്കിൽ പിന്നെയും ഭേദം വീക്കോ ആണ്. വീക്കോയിലും നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയെടുത്ത് അറിയാം. ഞാൻ അത് കാണിച്ചു തരാം. ബയോട്ടിക്കിൽ എന്താ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് എന്തെങ്കിലും എടുത്ത് നോക്കിയറിയാം. നമുക്ക് അതിൽ കെമിക്കൽസ് ആയിരിക്കും ഫുള്ള്. അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന് മുമ്പ്. അപ്പോൾ എന്തായാലും ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ലിങ്ക് എല്ലാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരമാവും തോന്നുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു അറിവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വെച്ചിട്ടാണ് വന്നത്. അല്ലാണ്ട് ഇത് പ്രൊമോഷനും കാര്യങ്ങളും സംഭവങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ പ്രൊമോഷനായിട്ട് സംഭവം ഇതിൽ വാങ്ങിക്കണമെന്ന് ഞാൻ പറയൂല. ഞാൻ പറഞ്ഞ പോലെ ബയോട്ടിക്കോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കി എടുത്താൽ മതി. അതിലുണ്ട് ഇതന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ആമസോണിലെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇൻഗ്രീഡിയൻസ് അതിൽ കാണിക്കുക. അപ്പോൾ അതിൽ നോക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 3 പറഞ്ഞത് ഞാൻ ഓൾറെഡി നോക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെൻഡോഡൻറ്റ്, ബയോട്ടിക് അല്ലെങ്കിൽ വീക്കോ. ഞാൻ ഓൾറെഡി നോക്കിയതാണ്. പിന്നെ വേറെ കുറച്ച് ബ്രാൻഡുകളുണ്ട് കേട്ടോ. ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഇങ്ങനെ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അങ്ങനെ നോക്കിയെടുത്താൽ മതി. വെച്ചാൽ നമുക്കിപ്പോൾ ഈ ബോക്സ് ഒന്ന് കാര്യമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ബോക്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻഡോഡൻറ്റിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് സംഭവം. ഇത് ഇടുന്നുണ്ടോ SLS ഫ്രീ എഴുതിയിട്ടുണ്ട്. 100% നാച്ചുറൽ വേഗൻ പ്രോഡക്റ്റാണ് SLS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്താ പറയുക, സോഡിയം ലോറൽ സൾഫേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ സോഡിയം ലോറേറ്റ് സൾഫേറ്റ് എന്നും പറയും. അത് SLES എന്ന് ഷോർട്ട് ഫോം നൽകി. രണ്ടും ഏകദേശം ഒരേ സാധനം തന്നെയാണ്. സംഭവം ഒരു പോയ്സണസ് സംഭവം തന്നെയാണ്. വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സോപ്പിലും നമ്മുടെ ഷാമ്പൂലും സംഭവങ്ങളൊക്കെ ഈ സംഭവം കാണാം. എന്താ വെച്ചാൽ സ്കിന്നിന് ആക്ച്വലി പൊട്ടയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ കണ്ടു തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അധികം വരുന്നത് നമുക്ക് മുഖത്തിൽ അൾസറൊക്കെ വരില്ല. ഇതുകൊണ്ടാണ് വരുന്നത്. പിന്നെ സ്റ്റൊമക്ക് ഇഷ്യൂ വരും. എന്ന് വെച്ചാൽ പിന്നെ ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സംഭവം നമ്മുടെ സ്കിന്ന് വായിലുള്ള സ്കിന്ന് ഭയങ്കര അബ്സോർബിങ് പവർ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര വാഷ് ചെയ്ത് കളഞ്ഞാലും ചെറിയൊരു സംഭവം അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് നമുക്ക് ഈ പോയ്സൺ സംഭവങ്ങളൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തായാലും അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മുടെ ഓരോ ഓർഗൻസിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ഇതിന് ശരിക്കും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല ഇത് ക്യാൻസർ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ക്യാൻസറസ് ആണ് സംഭവം. അതുപോലെ സ്റ്റൊമക്ക് ഇഷ്യൂ വരും, അതുപോലെ എന്താ പറയുക അൾസേഴ്സ് വരും, അതുപോലെ എന്താ പറയുക മൗത്ത് അൾസേഴ്സ് ഞാൻ പറഞ്ഞ പോലെ, അതുപോലെ സോഴ്സ് വരും, ഇറിറ്റേഷൻസ് വരും, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വരും. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ പെപ്സോഡൻ്റ് ആണ്. ഇത് കണ്ടു, പെപ്സോഡൻ്റ് 2 ഇതിൽ
നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതവിടെ ഞാൻ കാണിച്ചത് സോഡിയം ലോറൽ സൾഫേറ്റ്. ഇപ്പോൾ നോർമലി നമ്മുടെ അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള മെയിൻ ആൾക്കാരൊക്കെ പറയുന്നത് ഈ സോഡിയം ലോറൽ സൾഫേറ്റ് ഉള്ള പേസ്റ്റ് നിങ്ങളുടെ ഈ പേസ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഇൻഗ്രീഡിയൻറ്റ് കണ്ടാൽ എടുത്ത് ജസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇട്ടോളാനാണ് പറയുന്നത്. വെച്ചാൽ അത്രയ്ക്കും പൊട്ട സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വേറെ സംഭവമാണ് ഹിമാലയ, ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇത് പറയുമ്പോൾ ആയുർവേദിക് സംഭവമാണ്, പക്ഷേ ഇതിലും ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അവിടെ കാണാം, സോഡിയം ലോറൽ സൾഫേറ്റ് ഉണ്ട്. അത് പോരാ തന്നെ വേറെ ഇഷ്ടം പോലെ കുറേ കെമിക്കൽസ് ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരിചയമുള്ള ആളായതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറച്ച് കൊല്ലം പല്ല് ദ്രവിച്ച് പോലും അതൊക്കെ ഇങ്ങനത്തെ ഈ കെമിക്കൽസ് കൊണ്ടാണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ഒരു കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് പേസ്റ്റുകളാണ്. ഇത് തന്നെ ഭയങ്കര ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ പ്രൊമോഷനും സംഭവം കാര്യങ്ങളൊന്നും അല്ല. ഇത് ബെൻഡോഡൻറ്റിൻ്റെ ആണ്. ഇതെന്താ ഇവർ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തുണ്ട്, ഇന്ത്യൻ ഡെൻ്റൽ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നാണ് കമ്പനി പറയുന്നത്. ഇത് കുറേ ഫ്ലേവേഴ്സിലുണ്ട്. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്, പിന്നെ മിൻറ്റിൻ്റെ ഉണ്ട്, കാഡമം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ബോക്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ, പ്യുവറാണ്, ഫുൾ പ്യൂരിഫൈഡ് അക്വാണ്. ബെൻഡോഡൈഡ് എർത്ത് എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്. അതുപോലെ ആക്ടിവേറ്റഡ് ചാർക്കോൾ, റിയൽ സോൾട്ട്, പ്യൂരിഫൈഡ് സ്റ്റീവിയ എക്സ്ട്രാക്ട്, മെന്തോൾ, ട്രീ ഓയിൽ, പെപ്പർമെ, ഇതൊക്കെയാണ് സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ തീരെ കെമിക്കൽസേ ഇല്ല, ഫുള്ളി ഇക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സാണ് സംഭവം. അപ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ബെൻഡോഡൈൻ ക്ലേ, സോൾട്ട്, ട്രീ ഓയിൽ, ആക്ടിവേറ്റഡ് ചാർക്കോൾ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് റേറ്റ് വെച്ചാൽ കുറച്ച് ഡബിൾ റേറ്റ് വരുന്നത് വെച്ചാൽ ഇതിന് ഒരു 150 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ആമസോണിനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 വാങ്ങിക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രം ഉപയോഗിക്കാൻ നല്ല വീക്കോ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ വീക്കോട്ടൊക്കെ നല്ലതാണ് ഇത് ബെൻഡോഡൻ്റെ, അതുപോലെ ബയോട്ടിക്കിൻ്റെ, അതുപോലെ വേറെ 2 ബ്രാൻഡും കൂടി ഉണ്ട്. അത് കുറച്ച് ഫോറിൻ ബ്രാൻഡുകളാണ്, കുറച്ച് റേറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ ബെൻഡോഡൻറ്റും ബയോട്ടിക്കും നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഫുള്ളി നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് കെമിക്കൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസിന് കാര്യം പറഞ്ഞാൽ പാരബിനാണ്. നിങ്ങൾ ഈ ഇതിലൊക്കെ കാണാം, നമ്മുടെ ഷാമ്പൂലൊക്കെ കാണാം. പാരബിൻ എന്ന് പറയുന്നതും ഈ നമ്മുടെ കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ടൂത്ത് പേസ്റ്റിലും കുറേ ടൂത്ത് പേസ്റ്റിലൊക്കെ സംഭവങ്ങളുണ്ട്. അതൊരു പ്രിസർവേറ്റീവാണ് ശരിക്കും. അത് ശരിക്കും നമുക്ക് ഈ നമ്മുടെ ഹോർമോൺസിനൊക്കെ പൊട്ടയാണ്, ഈ ഈസ്ട്രോജനൊക്കെ പൊട്ടയാണ്. അതുപോലെ ക്യാൻസറസ് വരാനുള്ള ചാൻസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഇഷ്യൂവിനൊക്കെ വരാനുള്ള സംഭവങ്ങളൊക്കെയുള്ള സംഭവമാണ്. അത് അതിൻ്റെ കുറച്ച് ഫോംസുകളാണ് മീത്തൈൽ പാരബൻ, ഈത്തൈൽ പാരബൻ, അതുപോലെ ഐസോബ്യൂട്ടൈൽ പാരബൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ കുറേ ഫോമായിട്ട്. ഇതിൽ തന്നെ നോക്കി, വേറെ നമ്മൾ നോക്കൊന്നും വേണ്ട, ഇതിൽ തന്നെ നോക്കിയാൽ പക്ഷേ നിങ്ങൾ ഇതിൽ കാണാൻ പറ്റില്ല, എത്ര ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് നിങ്ങളറിയാം, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പേസ്റ്റ്. അതുപോലെ കുറച്ച് വിഴുങ്ങണതും ഈ കഴിക്കുന്നതൊക്കെ ഒരു സ്ഥിരമാണ്. പക്ഷേ ഈ സാധനമൊക്കെ നമ്മുടെ ഈ എന്താ പറയുക SLC അതുപോലെ വേറെ ഒരു സംഭവങ്ങളുണ്ട്. എന്താ വെച്ചാൽ പേരെന്തായിരുന്നു ഓർമ്മ വരുന്നില്ല, കറക്റ്റ് ഓർമ്മ. മെയിനായി ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ട്രൈഗ്ലോസൈൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കെമിക്കൽസാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ സംഭവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 3 ഗ്രാം വരെ നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 കിലോ ഉള്ള ആൾ മരിച്ചു പോകാനുള്ള ശരിക്കും ഒരു കെമിക്കൽസാണ് ഇത്. മരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉള്ള കെമിക്കൽസാണ് ഇത്. പക്ഷേ ഇത് ചെറിയ കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷേ റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് സാധനം അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ എന്തായാലും വരും. നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സിൽ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇപ്പോൾ ബോക്സിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ ചെറിയ കുട്ടികൾക്കൊരു വാണിംഗ് എതിരുണ്ടായിരിക്കും, ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. അത് അതിന് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനത്തിൻ്റെ സത്യാവസ്ഥ. ശരിക്കും പേസ്റ്റ് മാത്രമൊന്നുമല്ല, എല്ലാ സാധനത്തിലും ഈ എന്താ പറയുക തട്ടിപ്പും അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ചേർത്തൊക്കെയാണ് വരുന്നത്. പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫ്ലൂറൈഡാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് കുറേ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല സംഭവങ്ങളാണ്, വെച്ചാൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്താ പറയുക, ഇത് ശരിക്കും ടൂത്ത് ഡീക്കേനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ടൂത്ത് ഡീക്കേ അതുപോലെ നമ്മുടെ മോണൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഭവമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ഇതിനും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനും പക്ഷേ ഫ്ലൂറൈഡ് പക്ഷേ പ്രൂവ് ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്താണെന്ന് പറയുക, അത് പൊട്ടയാണെന്നൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് യങ് ചിൽഡ്രൻസിനൊക്കെ പൊട്ടയാണ് ശരിക്കും. ഇത് ഡിസ്കളറേഷൻ വരും, സ്റ്റൊമക്ക് പ്രോബ്ലംസ് വരും, സ്കിൻ റാഷ് വരും, അതുപോലെ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് എഫക്റ്റ് ചെയ്യും. അങ്ങനെ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഒരു വാണിംഗ് ലേബിളും കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ US ഇത് നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുക്കാൻ തന്നെ ഒരു വാണിംഗ് ലേബിൾ വരും, വേണമെന്ന് വെച്ചിട്ട് നിർബന്ധം ഒരു റൂൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവിടെയും നമുക്ക് വാണിംഗ് ലേബിളൊന്നുമില്ല. പക്ഷേ ഇതിനെ നമുക്കിവിടെ ഈ പേസ്റ്റ് ഷാമ്പു അങ്ങനെയൊന്നും നമുക്കിതിന് ഇൻഗ്രീഡിയൻസ് വലിയ സംഭവമായിട്ടൊന്നും കരുതിയിട്ടില്ല. അതിൽ നമുക്ക് ഈ ഫുഡിൻ്റെ പോലെ ഇത് ചേർക്കാൻ പാടില്ല അങ്ങനെ സംഭവങ്ങൾ ഇവിടുത്തെ റൂളിലില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവം ഇങ്ങനെ ചേരുന്നത്. ഇതൊക്കെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ആട്ടോ. ഇനിയും പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും.
അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഡെൻ്റലിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിങ്ങനത്തെ നോർമലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ബയോട്ടിക് അല്ലെങ്കിൽ ബെൻഡോഡൻ്റ് അല്ലെങ്കിൽ വീക്കോ ആയാലും പിന്നെയും ഭേദമാണ്. ഇതിനായിട്ടൊക്കെ പിന്നെയും ഭേദമാണ് വീക്കോ. പക്ഷേ അതിനായിട്ടൊക്കെ കുറച്ചും കൂടി ബെസ്റ്റാണ്. വീക്കോയിൽ ചെറിയ പ്രിസർവേറ്റീവ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ പിന്നെ അങ്ങനെ സംഭവമൊന്നുമില്ല. ഗ്ലിസറിൻസും സംഭവങ്ങളൊന്നും ഉണ്ട്. ഫ്ലൂറൈഡ് ഇല്ല, ആർട്ടിഫിഷ്യൽ കളറില്ല. പിന്നെ ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബയോട്ടിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങാം. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈസിയായിട്ട് അവൈലബിൾ ആകുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇതിന് പരിചയപ്പെടാൻ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ സംഭവം കണ്ടല്ലോ. പിന്നെ സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 𝙑𝙑𝙑𝙑𝙑𝙑𝙠 നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി തപ്പി പിടിച്ചുണ്ടാക്കിയതാണ്. ബയോട്ടിക്കിൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മുമ്പിട്ട്. പക്ഷേ അതിനായിട്ടും കുറച്ചും കൂടി ഫ്ലേവേഴ്സ് വരുന്ന ഇതിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഫ്ലേവറേ ഉള്ളൂ. ഇത് ചാർക്കോളിൻ്റെയാണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ മിൻറ്റ്, കാർഡമം, 3-4 ഫ്ലേവർ ഉണ്ട്. തുളസി അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.